എല്ലാവർക്കും നമസ്കാരം. സ്വാഗതം നടത്തിയ ഫാദർ ഷൈൻ നമ്മുടെ ഈ പരിപാടി ഈ വേദിയെ മനോഹരമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചത് ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നഗരസഭ ചെയർമാനായ അഡ്വക്കേറ്റ് TJ ഐസക് സാർ, അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ബിന്ദു മെൽറ്റൻ മാഡം, സ്വാഗത പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ഉള്ള വിനോദ് കുമാർ സാർ, സജനി മാം, ലത മാം, ഹസീൻ, മാനേജ്മെന്റ് ടീം മെമ്പേഴ്സ്, ലീന മാഡം, റോബിൻ സാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുടുംബങ്ങളെ, നമ്മുടെ പ്രോഗ്രാം നമ്മൾ 5:30 എന്നൊരു സമയമൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും ആ ഒരു സമയത്ത് പേരൻസിൻ്റെ സാന്നിധ്യവും നമ്മുടെ എല്ലാ ഒരു കാര്യങ്ങളെത്തി കുട്ടികൾക്ക് ചെറിയ സ്നാക്സ് കൊടുക്കാൻ ടൈമും കൂടെ വന്നപ്പോൾ അല്പം ലേറ്റായി പോയിട്ടുണ്ട്. എല്ലാവരും സദയം ക്ഷമിക്കുക. പിന്നെ നമ്മുടെ പ്രോഗ്രാം ഏതായാലും തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും പ്രതീക്ഷയോടിരിക്കുന്നത് പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടിയിട്ടൊന്നായിരിക്കില്ല. എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്ന കുട്ടികളുടെ ഗ്രാജുവേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ചില കുട്ടികളൊക്കെ എല്ലാവരും മിടുക്കരാണ്, എല്ലാവരും നല്ല കഴിവുള്ളവർ, നല്ല മിടുക്കൻ പിള്ളേരാണ്. എങ്കിലും ചില പിള്ളേരുടെ പേരൻസ് ഒക്കെ മുൻകൈ എടുത്ത് അവർ ചില രീതിയിലൊക്കെ ട്രെയിൻ ചെയ്തപ്പോൾ വളരെ മികച്ച റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്കവരെ ഒന്ന് ആദരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം അതിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ആദിലക്ഷ്മിക്ക് നിങ്ങളെല്ലാം തന്നെ ഞാൻ പറയുന്ന റിപ്പീറ്റേഷനിലേക്ക് വരുന്നില്ല, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒത്തിരി ഷെയർ ചെയ്തതാണ്. വളരെ വലിയൊരു നേട്ടമാണ് ആ കുട്ടി നേടിയിരിക്കുന്നത്. അപ്പോൾ അവർ പേരൻസ് തന്നെ വേറെ കുറേ അവാർഡുകൾക്ക് വേണ്ടിയിട്ട് വേൾഡ് റിപ്പോർട്ട്സിലേക്ക് വേണ്ടി അവർ ട്രൈ ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ നിവേദ് അബാക്കസിൻ്റെ ഒരു കോമ്പറ്റീഷനിൽ വളരെ മികച്ച വിജയം നേടിയിട്ടുണ്ടായിരുന്നു നിവേദിനെയും. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സിദ്ധാർത്ഥ് അജയ് ഓർഗനൊക്കെ വായിക്കാൻ നല്ല മിടുക്കനാണ്. അരങ്ങേറ്റം നടത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ഈ വേദിയിൽ ആ കുട്ടിയെ ആദരിക്കുകയും അവൻ്റെ കഴിവ് നമുക്കൊന്ന് കാണുകയും ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചാണ് ഇന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഞാനൊരു വലിയ പ്രസംഗക്കാരൊന്നുമല്ല. ഞങ്ങളുടെ മറ്റേ നമുക്കറിയാം ആക്ടിവിറ്റി ബേസ്ഡാണ് എഡ്യൂക്കേഷൻ. അതുകൊണ്ട് വലിയ പ്രസംഗവും പ്രവൃത്തിയാണ് കൂടുതലായിട്ടുള്ളത്. മെറ്റീരിയൽ ഉപയോഗിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് വലിയ പ്രസംഗിക്കാനുള്ള കഴിവുകളൊന്നുമില്ല. ഇപ്പോൾ ഒക്കെ തന്നെയാണ് ആദ്യമായിട്ടൊക്കെ ഇങ്ങനെയുള്ള സദസ്സിനെയൊക്കെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കറിയാം, മോണ്ടിസോറി സ്കൂൾ തുടങ്ങി 2020-ലാണ്. 2024 എന്ന അധ്യയന വർഷത്തിലെ 4ാമത്തെ ആനുവൽ ഡേ ആണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, നമ്മൾ പല വെന്യൂവിലൊക്കെ വെച്ച് പ്രോഗ്രാം ചെയ്തിരുന്നു. നമ്മുടെ കുട്ടികളുടെ കഴിവുകളൊക്കെ കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഈ ഇങ്ങനെയൊരു ഓഡിയൻസ് എന്ന് പറയുന്നത്, ഈ ഞങ്ങളുടെ സ്ഥാപനം ഇത്രയും നല്ല രീതിയിലേക്ക് എത്താനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ് ശരിക്കും സ്റ്റേജിലിരിക്കേണ്ടതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു പ്രോഗ്രാമിന് അതിൻ്റെ രീതികളുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ മനസ്സിലൊക്കെയുള്ള നിങ്ങളുടെ സ്ഥാനം വളരെ വലുതാണ്. കാരണം ഈ സ്ഥാപനം എന്ന് പറയുന്നത് ഇവിടെ വന്ന കുട്ടികളും ആ കുട്ടികളുടെ പേരൻസ് നിങ്ങൾ ഓരോരുത്തരുമാണ്. അതുപോലെ തന്നെ സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങളുടെ ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോകുന്ന യാത്രയിൽ ഞങ്ങളിപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്നത്, ഇത്രയും കാലം ഞങ്ങൾ ആഗ്രഹിച്ചത് കുറച്ച് അഡ്മിഷൻ കിട്ടണം, കുറച്ച് കുട്ടികൾ വേണം, രീതിയിലൊക്കെ ഞങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളൊരു പുതിയൊരു കാര്യം കൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ സപ്പോർട്ട്, ഒത്തിരി പേരൻസ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അതായത് ഞങ്ങൾ സ്വന്തമായിട്ടൊരു ബിൽഡിങ്ങിലേക്ക് മാറാതെ പറ്റത്തില്ല. കാരണം നിങ്ങളുടെയൊക്കെ എക്സ്പെക്റ്റേഷൻ ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ. കൂടാതെ നമ്മുടെ പേരുടെ പേഴ്സണലി ഞങ്ങൾ പറഞ്ഞ സാറേ, നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് വേറൊരു
പ്രശ്നമൊന്നും വേണ്ട. ഒരു വലിയൊരു കാര്യം ഈ ഒരു നാട്ടിലെ ഒരു സ്കൂളുകൾക്ക് ഓഫർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എഡ്യൂക്കേഷൻ നിങ്ങൾ കൊടുക്കുന്നത്. നിങ്ങളെ പറ്റി നിങ്ങൾ പുറത്ത് അറിയുന്നില്ല, നിങ്ങൾ കൊടുക്കുന്ന കാര്യം പുറത്ത് അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു പബ്ലിസിറ്റി നിർബന്ധമായിട്ട് കൊടുക്കണം. കാരണം അങ്ങനെ ഒരു രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഇവിടെ ആർക്കും കൊടുക്കുന്നില്ല. മറ്റു കുട്ടികളൊക്കെ പേരൻറ്റിനെ മറ്റു സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് അതിനകത്ത് ഉള്ളതിൻ്റെ പേരിലായിരിക്കാം പലരും സമാനമായി തന്നെ പിന്നീട് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ അസീബ് പറഞ്ഞിട്ടുണ്ട്, സാറേ പറഞ്ഞ കാര്യം 100% സത്യമാണ്. ഞാനവിടെ ചേർത്തതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നാണ് PTA പ്രസിഡന്റ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്വന്തമായ സ്ഥലത്തിലേക്ക് മാറണം, കുറച്ചുകൂടി ഒരു നല്ല രീതിയിൽ സ്ഥാപനത്തെ കെട്ടിപ്പടുക്കണം, പറ്റിയ കുറച്ചുകൂടി സ്റ്റാൻഡേർഡുകളൊക്കെ ഉയർത്തണം. നമ്മുടെ ചീഫ് ഗസ്റ്റ് എത്തിച്ചേർന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് TJ ഐസക് സാറിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഇനി ഞങ്ങൾക്ക് വളരേണ്ടത് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ കെട്ടിടങ്ങളും മറ്റു സൗകര്യങ്ങളൊക്കെ ആണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മളെ കുട്ടികളെ സംബന്ധിച്ച് അക്കാദമിക്കലി ഞങ്ങൾ നിങ്ങളുടെ കേട്ട വാക്കുകൾ ഉപയോഗിച്ച് പറയാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവരുടെ ബുക്സ് ആയാലും അവരുടെ പെരുമാറ്റമായാലും അതുപോലെ തന്നെ അവരുടെ നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ കുട്ടികളോട് ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ എന്നോട് ചില പേരൻസ് ഒക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട്, സാറേ ഇവിടെ ഇംഗ്ലീഷിലാണ് ക്ലാസ്സുകൾ എടുക്കാറുള്ളത്, ഇംഗ്ലീഷ് മീഡിയം ആ രീതിയിലാണോ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈവൻ ഞാൻ പോലും ഈ മാനേജ്മെന്റ് മെമ്പേഴ്സ് പോലും പരമാവധി ഇംഗ്ലീഷിലാണ് സംസാരിക്കാറുള്ളത്. തിരിച്ച് നിങ്ങളുടെ മക്കളും ഞങ്ങളോട് അങ്ങനെ പറയാറുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ ഈ പ്രദേശത്ത് പല വീടുകളിലും നമ്മൾ സംസാരിക്കുന്നത് മലയാള ഭാഷ ആയതുകൊണ്ട് കുട്ടികൾ തീർച്ചയായിട്ടും അവർ സംസാരിക്കുമ്പോൾ മലയാളം ക്ലാസ്സിലൊക്കെ കയറി വരാറുണ്ട്. സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമാണ്. മറ്റു രീതിയിൽ ഒരു അക്കാദമിക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് അവരുടെ റിപ്ലൈ കിട്ടുമ്പോൾ അത് നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു കാര്യത്തിൽ നിങ്ങളെല്ലാം സന്തോഷം പറഞ്ഞിരുന്നതിനോട് അക്കാദമിക്കിലെ സാറേ കൊള്ളാം, നന്നായി പോകുന്നുണ്ട്, ഞങ്ങൾ സന്തുഷ്ടരാണ്. കാരണം ഞങ്ങളുടെ ഈ കുറഞ്ഞ സൗകര്യം നിങ്ങൾ കണക്കിലെടുക്കാതെയാണ് നിങ്ങളുടെ കുട്ടികളെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പറയുമ്പോൾ ഈ വയനാട്ടിനെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് മോണ്ടിസോറി വേ ഓഫ് എഡ്യൂക്കേഷൻ ഈ പ്രൈമറി തലത്തിൽ ആരംഭിച്ചത്. ഇവിടെ ഞങ്ങൾ ആരംഭിച്ചതിന് ശേഷം നിയർ ബൈ മേപ്പാടിയിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകാർ ഇതേപോലെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു വേ ഓഫ് എഡ്യൂക്കേഷൻ ഞങ്ങളിപ്പോൾ സത്യം പറഞ്ഞാൽ ബത്തേരിയിലും മാനന്തവാടിയിൽ നിന്നൊക്കെ എൻക്വയറീസ് വിളിക്കാറുണ്ട്. നിങ്ങളെ അവിടെ തുടങ്ങുന്നുണ്ടോ, അവിടെ എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ അറിയുന്നവരുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി എൻക്വയറീസ് ഉണ്ട്. ഒരുപക്ഷെ വയനാട്ടിനെ സംബന്ധിച്ച് ഇത് ആദ്യമാണെങ്കിലും തൊട്ട് താഴെ കോഴിക്കോട് ഞങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്, കണ്ണൂർ, അതുപോലെ മലപ്പുറത്തൊക്കെ ആരംഭിച്ചൊരു സംവിധാനമാണ്. അപ്പോൾ ഒരു വലിയ സ്ഥാപനം ആയി മാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. കൂടുതൽ സംസാരിച്ച് ഞാൻ നീട്ടുന്നില്ല. നമ്മുടെ അടുത്ത ആളുകളൊക്കെ സംസാരിക്കുന്ന ഒത്തിരി വേദികളുണ്ട്. അപ്പം തീർച്ചയായിട്ടും എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നേരത്തെ എന്നോട് പരിചയപ്പെടുത്തിയ പോലെ ഞാൻ വിമൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റാണ്. വിമൻ ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത് പുതിയതായി രൂപീകരിച്ചിട്ടുള്ള സ്ത്രീകളായ സംരംഭകർക്കും പ്രൊഫഷണൽക്കും വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ്. ഞങ്ങൾ ഓൾ ഓവർ ഇന്ത്യയാണ് ഞങ്ങളുടെ ഓപ്പറേഷൻ, ഞങ്ങളുടെ വർക്കിംഗ് ഏരിയ. അതാണ് ഞങ്ങളുടെ സംഘടനയെ കുറിച്ച് പറയാനുള്ളത്. ഒപ്പം ഞങ്ങളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്ന സംരംഭകരായ സ്ത്രീകളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മോണ്ടിസോറി എന്ന സങ്കല്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഇറ്റാലിയനാണ്. മറിയ മോണ്ടിസോറി എന്ന അധ്യാപികയും സൈക്കോളജിസ്റ്റുമായിരുന്ന ഒരു സ്ത്രീയാണ് മോണ്ടിസോറി സ്കൂളുകൾ ആരംഭിച്ചത്. നമ്മളതിന്റെ ചരിത്രമൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, പലരും സ്കൂളിൽ കുട്ടികളെ ചേർക്കുമ്പോൾ അതൊന്നും അന്വേഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഓരോ കുട്ടിയും മറ്റൊരു കുട്ടിയിൽ നിന്നും വ്യത്യസ്തരാണ്. ഓരോ കുട്ടിയും സ്വയം ഒരു സാമ്രാജ്യമാണ്, ഒരു പ്രത്യേകമായ അസ്തിത്വമുള്ള വ്യക്തികളാണ് എന്ന കാഴ്ചപ്പാട്
കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയാണ് മോണ്ടിസോറി സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്നത്. അതേസമയം ഇപ്പോൾ CBSE സ്കൂളിലോ അല്ലെങ്കിൽ ഒരു നോർമൽ സ്കൂളുകളിൽ കുട്ടികളെ പഠിക്കുന്നത് എങ്ങനെയാണ്? ടീച്ചേഴ്സ് ലെക്ചർ ചെയ്തുകൊണ്ടിരിക്കും, നോട്ട്സ് കുറെ കൊടുക്കും, അതവർ കാണാതെ പഠിക്കും. നന്നായി കാണാതെ പഠിക്കാൻ അറിയുന്നത് നല്ല രീതിയിൽ പരീക്ഷ എഴുതി പാസ്സാവും. നന്നായി കാണാതെ പഠിക്കുക, പഠിച്ചതെല്ലാം പേപ്പറിൽ എഴുതി വെക്കുക എന്ന് പറയുന്നത് അതൊരു വേറെ തന്നെ കഴിവാണ്. കാര്യങ്ങൾ നന്നായി പഠിക്കുന്നവർക്കും മനസ്സിലാക്കുന്നവർക്കും അതെല്ലാം പേപ്പറിലേക്ക് പകർത്താൻ കഴിയണമെന്നില്ല. പക്ഷെ നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കുന്ന ആളാണ് ഏറ്റവും സമർത്ഥൻ എന്നതാണ് കാഴ്ചപ്പാട്. ശരിയല്ലേ? ആ മാർക്ക് വാങ്ങിക്കാനുള്ള മത്സരത്തിലാണ് എല്ലാവരും. അതിനിടെ ഒരു കുട്ടിയുടെ മറ്റ് കഴിവുകൾ പലപ്പോഴും തിരസ്കരിക്കപ്പെടുന്നു അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. അതേസമയം മോണ്ടിസോറി സ്കൂളിൽ അവർ ചെയ്യുന്നത് അത് മാത്രമാണ് ശരിയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കുട്ടി അതിനെ ചെറുപ്പത്തിൽ എങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നോ അതുപോലെയാണ് ആ കുട്ടിയുടെ ഭാവി നിശ്ചയിക്കപ്പെടുക. ഒരു കുഞ്ഞിന്റെ നൈസർഗികമായ താല്പര്യങ്ങൾ, അവന്റെ വാസനകൾ, കഴിവുകൾ അത് കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയാണ് മോണ്ടിസോറിയിലെ രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും കൺവെൻഷൻ അല്ലാത്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, ആ വിദ്യാഭ്യാസ സമ്പ്രദായം ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലെ വളരെ കൺവെൻഷനായ സമൂഹത്തിൽ ഒരു വെല്ലുവിളിയാണ്. അങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് നടത്തുന്ന ഞങ്ങളുടെ മെമ്പർ കൂടിയായ ഡീനയ്ക്കും സഹപ്രവർത്തകർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഒപ്പം ഇതുപോലെ വളരെ വ്യത്യസ്തമായ രീതിയിൽ നോൺ കൺവെൻഷനായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം സ്വീകരിക്കാൻ തയ്യാറായ ഇവിടെയുള്ള എല്ലാ പാരന്റ്സിനും എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. കാരണം പൊതുവെ നോൺ കൺവെൻഷനായ കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾക്ക് മടിയാണ്. എല്ലാവരും ചെയ്യുന്നത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ രീതി. അതിന്റെ വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കാൻ തയ്യാറാവണമെങ്കിൽ നല്ലൊരു കാഴ്ചപ്പാട് വേണം. നിങ്ങൾ തീർച്ചയായും നല്ല ഒരു കാഴ്ചപ്പാടുള്ളവരാണ്, നല്ലൊരു തീരുമാനമാണ് നിങ്ങൾ ഇതിൽ കൂടെ എടുത്തിരിക്കുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ ഈ CBSE അല്ലെങ്കിൽ ഏത് സ്കൂളിൽ പഠിച്ചിട്ട് എത്ര വലിയ റാങ്ക് വാങ്ങിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ പശു ഏതാ എരുമ ഏതെന്ന് അറിയുണ്ടാവില്ല, അല്ലെങ്കിൽ ആടേതാ കോഴി ഏതെന്ന് അറിയുണ്ടാവില്ല. ഇങ്ങനെയുള്ള അതായത് കണ്ടും കേട്ടും അറിഞ്ഞും പ്രകൃതിയുടെ ഏറ്റവും വലിയ പാഠശാല, പ്രകൃതിയിലെ മാറ്റങ്ങളെ, സസ്യങ്ങളെ, പൂക്കളെ, പുഴുക്കളെ, ശലഭങ്ങളെ ഇതിനെ ഒന്നും മനസ്സിലാക്കാതെ ഒന്നും അറിയാതെ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് നമ്മൾ കുറെ കാണാതെ പഠിക്കുന്നു. അങ്ങനെ പഠിച്ച് പഠിച്ച് എന്തൊക്കെയോ ആവുന്നു. മാർക്കിന്റെ മാത്രം അടിസ്ഥാനത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വില കൊടുക്കുന്നു. അതല്ല, ശരിക്കും ജീവിതത്തിൽ വിജയിക്കുന്നത് എങ്ങനെയാണ്? ജീവിതത്തിൽ വിജയിക്കാൻ പ്രകൃതിയെ അറിഞ്ഞും പ്രകൃതിയോട് ഇണങ്ങിയും ജീവിക്കണം. എന്നാലേ സമാധാനപരമായി ജീവിക്കാൻ സാധിക്കുള്ളൂ. ആ സമാധാനപരമായ അല്ലെങ്കിൽ അങ്ങനെ പഠനം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്ന സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം. ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല. ഡീന ഞങ്ങളുടെ WCCയിലെ മെമ്പറാണ്. ഡീന വളരെ വ്യത്യസ്തമായ സംരംഭം ഇങ്ങനെ നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഡീനയോടൊപ്പം സഹകരിക്കുന്ന എല്ലാ പാരന്റ്സിനും അവിടെ കുട്ടികളെ എല്ലാം തയ്യാറായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി. ഇനിയും ഇതുപോലുള്ള സ്കൂളുകൾ ഉണ്ടാകണം. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ കുറച്ചുകൂടി മനുഷ്യനും പ്രകൃതിക്കും അനുകൂലമായ രീതിയിൽ അതിനനുസരിച്ച് മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ. ഹാവ് എ നൈസ് ഈവനിങ്. താങ്ക് യു. ബഹുമാനിയായ ദീനാനന്ദ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്തരത്തിലൊരു ചടങ്ങിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. മോണ്ടിസോറി സ്കൂള് അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് നമ്മൾ ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ് കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളൊരു കൊച്ചുകുട്ടിയെ വളരെ ചെറുപ്പത്തിലെ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ
അവിടെ ഒരുപാട് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഉണ്ട്. ഞാനിങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോൾ ഞാനൊരു ഡെഫിനിഷൻ നോക്കിയപ്പോൾ എൻകറേജ് ചിൽഡ്രൻ ത്രൂ സെൽഫ് ഡയറക്റ്റഡ് ആക്ടിവിറ്റീസ്. ഞാനിങ്ങനെ ഗൂഗിൾ സെൽഫ് ഡെഫിനിഷൻ അങ്ങനെ എടുത്തു. അവർക്ക് സ്വന്തമായി സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവരെ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് അവർ വളരെ കുട്ടിക്കാലത്ത് കുറേ ആക്ടിവിറ്റീസ് ചെയ്യുക, അവരെ ആ രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഈ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്നുള്ളത് ഞാൻ വളരെ പ്രാഥമികമായി എല്ലാ ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു കുട്ടി വളരെ ചെറുപ്പത്തിലേ മുതലേ എല്ലാ കാര്യങ്ങളും അവസാനം വരെ അവരുടെ ജീവിതത്തിൽ അവർ സ്വാധീനിക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഒരുപക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളുടെ ഈ ഒരു രീതിയിലുള്ള മെത്തേഡ് ഓഫ് ടീച്ചിങ് കുട്ടിക്കാലത്ത് ഒരുപാട് തലങ്ങളിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ വ്യാപകമായി ഇത് വരുന്നില്ല എന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മളൊരു ഗവേഷണം നടത്തേണ്ടിയിരിക്കുന്നു, പഠന വിധേയമാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് കുട്ടികളെ സംബന്ധിച്ച് പ്രീ സ്കൂൾ ട്രെയിനിങ് അല്ലെങ്കിൽ പ്രീ സ്കൂൾ ടീച്ചിങ് നടക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. സർക്കാർ തലത്തിലുള്ള സംവിധാനങ്ങൾ ഒരുപാടുണ്ട്, സ്വകാര്യ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. സർക്കാർ തലത്തിലേക്ക് ഇത് വരുന്നത് സത്യത്തിൽ ആദ്യകാലത്തുണ്ടായിട്ടുള്ള സ്വകാര്യ മേഖലയിൽ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ നടത്തിയിട്ടുള്ള പഴയ എഴുത്തുപള്ളിക്കൂടം മുതൽ സ്കൂളിൽ ചേരുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ചില രീതികളിൽ നിന്നാണ് നമ്മൾ കൂടുതൽ അത് ഷെയ്ഡായി ഇന്നുള്ള രീതിയിലേക്ക് വന്നത്. നമ്മൾ ആദ്യകാലത്ത് സ്കൂളിൽ പോകുമ്പോൾ മണലിൽ എഴുതിയിരുന്ന അക്ഷരം മണലിൽ എഴുതിയിരുന്ന ഒരു കാലമുണ്ടായി. അപ്പോൾ ഒരു കുട്ടി സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ, ഒന്നാം ക്ലാസ്സിലേക്ക് നല്ലൊരു അക്കാഡമിക് തലത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ചെല്ലുന്നത്. അപ്പൊ ഇന്നിപ്പോ നമ്മളൊരു അധ്യാപകരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും ഇന്ന് അവരുടെ ഒക്കെ ഉത്തരവാദിത്തങ്ങൾ ഓരോ ദിവസം കഴിയുന്നതോടും കൂടി വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കരിക്കുലം അല്ലെങ്കിൽ അവരുടെ സിലബസ്, എൻ്റെ കുട്ടി ഒരു ഉദാര മനസ്കനായി വളരണമെന്ന് കാരണം അത് ചിന്തിക്കാറില്ല, രക്ഷിതാക്കൾ ചിന്തിക്കുന്നില്ല, നമ്മൾ കൺസേൺ അവർക്കില്ല. പക്ഷെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന വർത്തമാനകാല പശ്ചാത്തലത്തിലൊക്കെ വലിയ ഉദാര മനസ്കതയുടെ വലിയ ഉത്തമ മാതൃകകളായി കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മൾ കൃഷിയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം ഉണ്ടാക്കാൻ നമ്മൾ എന്തെങ്കിലും പറയുന്നത്, അപ്പൊ നമ്മളെപ്പോഴും പറയും നമ്മൾ പച്ചക്കറി നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പറയുന്നത്, നമ്മൾ ടോക്സിൻ ഫ്രീ വെജിറ്റബിൾസ് വേണം, അതിൽ ടോക്സിക് ആണെന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും. അതുകൊണ്ട് നമ്മൾ സ്വയം മട്ടുപ്പാവിൽ കൃഷി, ഞാനിപ്പോൾ നഗരസഭാ ചെയർമാനായിട്ട് ഞങ്ങൾ പ്രൊജക്റ്റ് ഉണ്ട്, മട്ടുപ്പാവിൽ കൃഷി വളർത്തണം. അപ്പോൾ ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടാൻ ഇല്ലാതെ പ്രോത്സാഹിപ്പിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കരിക്കുലത്തിൽ കാര്യമായ ഒന്നും നമുക്ക് ഇല്ല. കുട്ടികളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഐഡിയൽ സിറ്റിസനായി, ഒരു ഉത്തമ പൗരനായി രാജ്യത്ത് വരുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാഠ്യപദ്ധതികളിൽ കാര്യപ്പെട്ട ഒന്നുമില്ല. ഞാനിത് സൂചിപ്പിക്കാനുള്ള ഒരു കാരണം, നമ്മളിതൊരു കൊച്ചു കൂട്ടായ്മ, ചെറിയ കൂട്ടായ്മയിലുള്ള കൊച്ചു ചർച്ചകളാണ് പലപ്പോഴും സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു വലിയ ഒരു നിയമനിർമ്മാണത്തിന്റെ സംവിധാനമായി മാറുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം. നമ്മൾ ആലോചിച്ച് നോക്കിയ കുട്ടികളെ രക്ഷിതാക്കൾ പേടിയാണ്, കോളേജിൽ ഹോസ്റ്റലിൽ വിടാൻ പേടിയാണ്, അല്ലെങ്കിൽ കുട്ടികളെ വിടുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വിടാൻ പേടിയാണ്. അപ്പൊ കുട്ടി വഴി തെറ്റി പോകുമ്പോൾ എൻ്റെ കുട്ടി നല്ല കുട്ടിയായി അവരുടെ ജീവിതാവസാനം വരെ ഉണ്ടാകും. നമ്മൾ ഒരുപാട് നമ്മളിപ്പോൾ പത്രങ്ങളിലൊക്കെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളൊന്നും കേട്ടുകേൾവിയില്ലാത്ത, ലോകത്തിൽ കേൾക്കാത്ത, നാട്ടിൽ കേൾക്കാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ. അപ്പൊ നമ്മുടെ മക്കൾ വഴിതെറ്റി പോകാതിരിക്കുക. അമ്മയെ വെട്ടിക്കൊണ്ട മകനോട് ചോദിക്കുകയാണ്, എന്തിനാണ് നീ അമ്മയെ വെട്ടിക്കൊണ്ടത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ജന്മം നൽകിയിട്ടുള്ള ശിക്ഷയാണ് അമ്മയ്ക്ക് കൊടുക്കുന്നത് എന്ന് ചിന്തിക്കുന്ന മാനസിക തലത്തിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെന്ന് മാറിക്കൊണ്ടിരിക്കുന്നു.
ഇത് സ്റ്റിമുലൻസിന്റെ ഒരു കാലഘട്ടമാണ്. നമ്മുടെ കുട്ടികളെ കൊച്ചുകുട്ടികൾ അവരിപ്പോൾ അവരുടെ ഞാനീ പറയുന്നത് എന്താണെന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞില്ല, അവർക്കറിയില്ല ഞാൻ എന്താണ് പറയുന്നത്. അല്ലെ അവരുടെ ഒരു ഭാഷയിൽ സംസാരിക്കണമെങ്കിൽ അവരെ അടുത്ത് എത്തിയിട്ട് അവരെ വേറൊരു ഭാഷയിൽ വേറെ രാജ്യത്തിൽ എനിക്ക് അവരോട് സംസാരിക്കണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഞാൻ എന്തുമാത്രം വിശദീകരിക്കണം, ഒരു സ്റ്റിമുലന്റ് എന്താണ്, ഒരു ഡ്രഗ് എന്താണ്, അല്ലെങ്കിൽ ഒരു മയക്കുമരുന്ന് എന്താണ്, ഒരു കൊച്ചുകുട്ടികളോട് മനസ്സിലാക്കി കൊടുക്കാം. പക്ഷെ കുറേ സമയം കാരണം മനസ്സിലുണ്ടാവും എത്ര കാലം കഴിഞ്ഞാലും അന്ന് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു. അപ്പൊ ഇന്ന് ആ രീതിയിലേക്ക് നമ്മുടെ സമൂഹമൊക്കെ മാറിക്കൊണ്ടിരിക്കും. അത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പാഠ്യ പദ്ധതികളിൽ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊക്കെ നമ്മുടെ കരിക്കുലത്തിലൊക്കെ വലിയ മാറ്റം നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ ഏതൊരു നാടിനെ സംബന്ധിച്ച് ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചും നല്ല വിദ്യാസമ്പന്നരായ നല്ല ആരോഗ്യമുള്ള നല്ല പൗരൻ, അതാണ് നമുക്ക് വേണ്ടതാണ് ചെറുപ്പക്കാർ. സമൂഹത്തിൽ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് ഒരു കാര്യം എന്ന് പറയുന്നത് ഉദാഹരണ മനസ്കരായ ആളുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ കൊറോണ വന്നപ്പോൾ, നമ്മുടെ ലാൻഡ്സ്ലൈഡ് ഉണ്ടാകുമ്പോൾ, നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുമ്പോൾ ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ തന്നെ എത്രയോ സമയം എടുക്കും. ഇപ്പം ഞാൻ മുനിസിപ്പാലിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് ഒരു പണം ഒരു 100 രൂപ ഞാൻ ചെലവാക്കണമെങ്കിൽ അതൊരു സെക്ഷനിൽ ഒരു ഫയലോ എഴുതി വന്ന് അവസാനം എൻ്റെ ലോഗിനിൽ വന്ന് ഞാൻ ഓക്കെ കൊടുത്ത് ആ ഓക്കെ കൊടുത്താൽ മാത്രമേ അത് ആ പണം ഗവൺമെന്റിനെ സംബന്ധിച്ചൊരു റവന്യൂലാണെങ്കിൽ ഒരു കലാമിറ്റി ഉണ്ടാകുമ്പോൾ ഒരു ചെലവ് നടത്തണമെങ്കിൽ ഒരു സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് സാധിക്കും. നമ്മൾ കൊറോണ വന്നപ്പോൾ നമ്മൾ ഗവൺമെന്റ് തന്ന പണം കൊണ്ടാണോ നമ്മൾ സർവൈവ് ചെയ്ത്? നമ്മുടെ അടുത്ത വീട്ടിൽ തൊഴിലില്ലാത്ത ആളുകൾക്കല്ല. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ, ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ, ഓഖി ഉണ്ടാകുമ്പോൾ എല്ലാം നമ്മൾ ചെയ്യില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മാറി വരുന്ന സാമൂഹിക അന്തരീക്ഷം, മാറി വരുന്ന സാമ്പത്തിക ക്രമങ്ങൾക്കനുസരിച്ച് നമ്മുടെ നാടും നഗരവും പൗരന്മാരും ഒക്കെ മാറേണ്ടിയിരിക്കുന്നു. ആ മാറ്റത്തിന് വേണ്ടി നമ്മുടെ കുരുന്നു മക്കളെ ഷേപ്പ് ചെയ്തെടുക്കേണ്ടുന്ന വലിയ ഉത്തരവാദിത്വമാണ് ഇത്തരത്തിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയം. നമ്മളിപ്പോൾ അവരെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്താകണം, അല്ലെങ്കിൽ കൊച്ചുകുട്ടിയോട് ഇതിന്റെ പാഷൻ എന്താണെന്ന് ആ കുട്ടിയോട് ഇപ്പൊ ഞാൻ കുട്ടിക്ക് ക്ലാസ്സിൽ കാര്യം 10ാം ക്ലാസ് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും, യു ഷുഡ് ഹാവ് എ പാഷൻ, യു ഷുഡ് ഓൾവേസ് കീപ് ഇറ്റ്. അവരോടൊന്നും പറയാൻ പറ്റില്ല. അവരുടെ കൊച്ചു സ്വഭാവങ്ങള്, അവരുടെ അഭിപ്രായം, ചിത്രം വരയ്ക്കാനൊക്കെ പഴയ അറിയാൻ പറ്റും. ചില ടാലന്റുകൾ നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പാട്ട് പാടുന്ന ചെറിയ കൊച്ചു മക്കൾക്ക് അതിന് ഒരുപാട് വേദികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പാട്ട് പാടുന്നത് അതിപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പ്രീ സ്കൂളിൽ പറ്റും, ചിത്രം വരയ്ക്കുന്നുണ്ട്, എല്ലാം നമുക്ക് കുറെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ രക്ഷിതാക്കൾക്ക് അത് തിരിച്ചറിയാൻ കഴിയണം, അധ്യാപകർക്ക് അത് തിരിച്ചറിയാൻ കഴിയണം. അവരാണ് അവരെ തിരിച്ചറിഞ്ഞ ഭാവിയിൽ നല്ല പൗരന്മാരായി നല്ല ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫ്യൂച്ചറായി മാറേണ്ടുന്ന ഒരു ആളുകളാക്കി മാറ്റണം. അങ്ങനെയുള്ള കാര്യങ്ങൾ പലരും മനസ്സിലാക്കി. ഇന്നിപ്പോൾ എല്ലാം നമ്മൾ മത്സരത്തിൻ്റെ ഒരു കാലഘട്ടം, അതൊരു കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു ഫീൽഡില്ല. ഈ സ്കൂൾ നടത്തുന്ന മനോജും ആരോടെങ്കിലും മത്സരം, എല്ലാത്തിനും മത്സരമാണ്. കൃഷിയിലൊക്കെ മത്സരം, എങ്ങനെയാണ് ലോ കോസ്റ്റ് ഒരു സാധനം ഉണ്ടാക്കാവുന്ന മാർക്കറ്റിംഗ് മത്സരമാണ്. എല്ലാത്തിനും വളരെ സ്ട്രിഞ്ചന്റ് കോമ്പറ്റീഷൻ ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത്. അത് വിദ്യാഭ്യാസത്തിലുണ്ട്, ജോലിയിലുണ്ട്, തൊഴിലുണ്ട്. അപ്പൊ എല്ലാം ഇന്ന് വളരെ ഓടി മുമ്പിൽ എത്തുന്നവരെ കാര്യമില്ല, ഒരു കാര്യമില്ല. 10,000 ആളുകൾ കൂടും. അങ്ങനെയാണ് നമ്മൾ ബൈബിളിൽ ബൈബിൾ വാക്യം പോലെ ഒരുപാട് ആളുകൾ ദൈവം ക്ഷണിക്കും, പക്ഷെ വളരെ കുറച്ച് ആളുകൾ ദൈവം സെലക്ട് ചെയ്യും. അപ്പൊ വിദ്യാഭ്യാസത്തിൽ എല്ലാ മേഖലയിലും സ്ട്രിക്റ്റ് കോമ്പറ്റീഷൻ. അപ്പൊ ആ കോമ്പറ്റീഷനിൽ മുമ്പിൽ ഓടിയെത്താൻ വയനാട് ജില്ലയിലെ അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന ഈ മക്കൾക്ക്, കൊച്ചു മക്കൾക്ക്, നാളത്തെ ആളുകൾക്ക് വയനാട് ജില്ലയിൽ ഈ സംസ്ഥാനത്ത് എല്ലാ തരത്തിലും കർഷകരുടെ ഒരു വലിയ ഒരു ഭാഗ്യം അവർക്കുണ്ടാകട്ടെ. നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിനുള്ള ലൈസിയ മോണ്ടിസോറി സ്കൂളിലേക്ക് ഈ ചടങ്ങിൽ ക്ഷണിച്ചതിനുള്ള നന്ദി ചാരിതാർത്ഥ്യമൊക്കെ ഞാൻ അറിയിക്കുന്നു. ഈ പാഠ്യ പദ്ധതികളെക്കുറിച്ചും പാഠ്യ രീതികളെക്കുറിച്ചും ഞാൻ കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാനിങ്ങനെ ഫോണിൽ ചോദിക്കുകയായിരുന്നു മോണ്ടിസോറി സ്കൂൾ ഞങ്ങൾ വന്നപ്പോൾ അതിൻ്റെ രീതിയെക്കുറിച്ച് എത്രയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ രീതികൾ എന്നൊക്കെ കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്ക് നല്ലൊരു പ്രീ സ്കൂൾ സംവിധാനമാണ്. ഈ സ്ഥാപനം വളരെ പ്രചരിച്ച് കൂടുതൽ കരുത്തോടെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്
ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കുട്ടികളെ പാരീസ് ഈ സഹോദരി സഹോദരന്മാരെ വ്യത്യസ്തമായ മനസ്സിലാക്കിയ വ്യത്യസ്തമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് മോണ്ടിസോറി സമ്പ്രദായം മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ പുരാതന കാലം മുതൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വിഭിന്നമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് കൂടുതൽ വിദ്യാഭ്യാസം. അതിനുശേഷം ഒരു കുട്ടികാലത്ത് വേറൊരു തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം, ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ സമൂഹത്തെ നമ്മുടെ കുട്ടികളെ എങ്ങനെ സ്വാധീനിച്ചു വരുന്നു എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. വിദ്യാഭ്യാസപരമായി നേട്ടങ്ങളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഉന്നതമായ വിദ്യാഭ്യാസം സ്വായത്തമാക്കുകയും ആധുനിക സൗകര്യങ്ങളും ഭൗതിക നേട്ടങ്ങളും ഒക്കെ തന്നെ നമ്മൾ സ്വായത്തമാക്കുകയും നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടുന്നതായി നമുക്ക് തോന്നുന്നു. ഈ സമകാലിക സമയത്ത് നമ്മളിലൊക്കെ ദൃശ്യമാധ്യമങ്ങളുടെയും അതേപോലെ മറ്റ് മാധ്യമങ്ങളുടെയെല്ലാം നമ്മൾ ശ്രമിക്കുകയും കാണുകയും ചെയ്യുന്ന ചില മോശമായ വാർത്തകൾ കാണുക. നമ്മൾ സമൂഹത്തിലെ കുട്ടികളെ വളരെ ചെറുപ്പത്തിലൂടെ എങ്ങനെ വാർത്തയെടുക്കാം, ഓരോരുത്തരുടെ രീതി എങ്ങനെയാണോ അതായിരിക്കും നമ്മുടെ പഠനം ശ്രദ്ധിക്കുന്നത്. നമ്മൾ ആരൊക്കെയോ അനുകരിക്കുന്നു അല്ലെങ്കിൽ ആരൊക്കെ മത്സരങ്ങളൊക്കെ കുട്ടികൾ ഇന്ന രീതിയിലാക്കണം, അവരെ അഭിരുചി കണ്ടെത്തി അവരെങ്ങനെ നടത്തിയെടുക്കണമെന്ന് പോലും നമുക്ക് അറിയാത്ത അവസ്ഥയാണ്. തീർച്ചയായും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പഠനത്തോടൊപ്പം തന്നെ അക്കാഡമിക് പഠനത്തോടൊപ്പം തന്നെ അതിന് കൂടെ നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമുക്ക് അവൈലബിൾ. അതിൽ നമ്മൾ കുട്ടികളെ ഏത് വിഷയങ്ങളിൽ അവർക്ക് അഭിരുചി എന്ന് മനസ്സിലാക്കി അതിനെ കഴിവ് വളർത്തിയെടുക്കുന്നതായിരിക്കും ഭാവി തരുന്നത്. അതായത് നമ്മുടെ രാജ്യത്തും സമൂഹത്തിലും ഏറ്റവും എത്രയൊക്കെ നമ്മൾ വിദ്യാഭ്യാസം നേടിയാലും എത്രയൊക്കെ നമ്മൾ മുന്നോട്ടേക്ക് പോയാലും പക്ഷേ നമുക്ക് എവിടെയോ ഒരു സാംസ്കാരികമായ ഒരു ചർച്ച അല്ലെങ്കിൽ മൂല്യങ്ങളുടെ ഒരു ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ തിരിച്ചെടുക്കേണ്ടത്. അതായത് നമുക്ക് ആ സാംസ്കാരികമായ മുന്നേറ്റം അല്ലെങ്കിൽ സാംസ്കാരികമായ അവബോധം കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ വിദ്യാഭ്യാസമുള്ള ഒരു കാര്യവുമില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസം നേടിയെടുക്കുകയും അതിലൂടെ മുന്നോട്ട് പോകുന്നത് ചെന്ന് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തോട് നമ്മൾ എന്ത് ചെയ്തു ചിന്തിച്ച് മനസ്സിലാക്കുകയാണ്. നമ്മുടെ ഭാവി തലമുറ സമൂഹത്തോട് നടത്തിയിരിക്കുകയാണ്. ആ രീതിയാണ് നോക്കിയത്. അങ്ങനെ ആ രീതി വളരെ നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വലിയൊരു വെല്ലുവിളിയെ നേരിടുന്ന കാര്യമാണ്. പലപ്പോഴും നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും മാലിന്യ നിർമ്മാർജ്ജനത്തിലൊക്കെ മുതിർന്നവരെക്കാൾ നമ്മൾ സ്കൂളുകളിലൂടെയാണ് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക. കുട്ടികൾക്ക് വലിയൊരു പങ്കുണ്ട്. നമ്മളുടെ ഈ തലമുറ എന്ന് പറയുന്നത് ഈ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ നമ്മൾ നന്നായി കിട്ടിയ പരിസ്ഥിതിയെ അതേ രീതിയിൽ അതിന് പരിക്ക് പറ്റാതെ ഒരു പോറൽ ഏൽപ്പിക്കാതെ അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടതായിട്ടുണ്ട്. ആ അടുത്ത തലമുറ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ വളർത്തിയെടുക്കുന്ന കുട്ടികളാണ്. നമ്മൾ വേറെ എന്ത് നേട്ടം ഉണ്ടാക്കിയാലും പാരിസ്ഥിതികമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നുകൊണ്ട് പരിസ്ഥിതി മോശമായാൽ നമുക്ക് വേഗത്തിൽ നേട്ടങ്ങളുണ്ടായിട്ട്
പ്രൊഫഷണൽ വിദ്യാഭ്യാസ സമ്പ്രദായം നാടിലേക്ക് പങ്കെടുക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുള്ളവരാണ് അവസാനം. Thank you, sir. Next, we are going to our prize distribution. I'm inviting Isaac Sir for distributing gift to Adilakshmi. I am inviting Vinod Kumar sir for giving debate prizes.